ഏറ്റവും ഗൗരവത്തോടെ അതീവ സുരക്ഷയോടെ കാത്തുസൂക്ഷിക്കുന്ന ഇടമാണ് ഈ കാഷ്വാലിറ്റി. അവിടെയാണ് അപകടം നടന്നിരിക്കുന്നത്. അപകടം നടന്നിട്ട് ഇപ്പോഴും അനന്തരഫലങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണം. അത് അപകട കാരണം മാത്രമല്ല, അപകടം നടന്നപ്പോൾ ഉണ്ടായ പ്രതിരോധ പ്രവർത്തന തടസ്സങ്ങൾ അന്വേഷിതമാക്കണം. ഇതിൻ്റെ നിർമ്മാണം, ഇതിൻ്റെ മെയിൻ്റനൻസ്, ഇതിൻ്റെ കാത്തുസൂക്ഷിക്കുന്ന രീതി, ഇതൊക്കെ ചർച്ചയ്ക്ക് വിധേയമാവണം. ഈ വയനാട് വിംസ് നിന്നാണ് നമ്മളെ ഈ നസീറയെ ഇങ്ങോട്ട് മെഡിക്കൽ കോളേജിൽ മിനിഞ്ഞാന്ന് രാത്രിയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഇവിടെ വന്നു ഈ വെന്റിലേറ്റർ സഹായത്തിൽ റിക്കവറായി വരികയായിരുന്നു. ഡോക്ടർ നമുക്ക് പ്രതീക്ഷകൾ നൽകിയിരുന്നു, മരുന്നൊക്കെ വാങ്ങിക്കൊടുത്ത് റിക്കവറായി വരുന്നുണ്ടോ എന്ന് ഡോക്ടർ നമ്മളോട് പറഞ്ഞതായിരുന്നു. ഇങ്ങനെയുള്ള ഓരോരോ സമയത്താണ് ഇന്നലെ ഒരു രാത്രി ഒരു 7:30 സമയത്ത് ചെറിയൊരു മഴ പെയ്യുകയും മിന്നലൊക്കെ വരികയും അങ്ങനെ ഈ വെന്റിലേറ്ററിൻ്റെ ഉള്ളിൽ ICU വെന്റിലേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് പുക ഉയർന്ന ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഈ വെന്റിലേറ്റർ സഹായത്തോടു കൂടിയുള്ള രോഗികളുണ്ടായിരുന്നു. ഈ രോഗികളെ പുറത്തേക്ക് മാറ്റാനും പുറത്തുനിന്ന് അടുത്ത ICUയിലേക്ക് മാറ്റാനും വന്ന ആ ഒരു കാലതാമസം, അതാണ് ഈ നസീറയുടെ വേറെ 3 പേരും മരണപ്പെട്ടു എന്നാണ് നമ്മൾ കേട്ടത്.